വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. വിശുദ്ധരുടെ ജീവിതങ്ങൾ ആഴമായി നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിതത്തിലെ അതികഠോരമായ സഹനങ്ങളെ അവർ വിശുദ്ധിയുടെ സുഗന്ധ പുഷ്പങ്ങളാക്കി മാറ്റിയതെന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. ഉദാഹരണമായി വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം സഹനത്തിൻ്റെ തീച്ചുളയിൽ വെന്തുരുകി സ്ഫുടം ചെയ്ത ഒരു ജീവിതമായിരുന്നു. 1936 മുതൽ തുടർച്ചയായി മരണം വരെ 10 വർഷം ഗുരുതരമായ രോഗങ്ങൾ വിശുദ്ധയെ അലട്ടി. രക്തസ്രാവം, ന്യൂമോണിയ, ക്ഷയം, മലമ്പനി, ശരീരത്തിലെ മാറാത്ത മുറിവുകൾ, വ്രണങ്ങൾ, നിലയ്ക്കാത്ത ഛർദി തുടങ്ങിയ അനേക രോഗങ്ങൾ വിശുദ്ധയെ ശാരീരികമായി തളർത്തിയിരുന്നു. എങ്കിലും അവൾ വിശുദ്ധിയിലേക്ക് ഉയർന്നു. ജീവിതത്തിലെ സഹനങ്ങളെ യേശുവിൻ്റെ കുരിശിൻ്റെ സഹനങ്ങളോട് ചേർത്ത് ദൈവിക കൃപകളാക്കി മാറ്റുവാൻ വിശുദ്ധയ്ക്ക് കഴിഞ്ഞു. ത്യാഗവും സഹനവുമാകുന്ന കല്ലുകൾ കൊണ്ട് സ്വർഗീയ ഭവനം പണിയുവാൻ കഴിയുമെന്ന് ഈശോ വിശുദ്ധയെ പഠിപ്പിച്ചു. ആണ്ടുവട്ടത്തിലെ 25-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിലെ വചനവിചിന്തനത്തിലേക്ക് ഏവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലെ 3 മനോഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി സ്വയം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയിൽ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികൾ നൽകി ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ ശിഷ്യർ ഈശോയെ ക്രിസ്തുവായി ഏറ്റുപറയുന്നു. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഈശോ 3 പ്രാവശ്യം തൻ്റെ പീഡാനുഭവവും മരണവും ഉയർപ്പും പ്രവചിക്കുന്നു, തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. രൂപാന്തര സമയം താബോർ മലയിൽ പിതാവായ ദൈവം ഈശോയെ വെളിപ്പെടുത്തുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. യേശുവിനെ കേൾക്കുവാൻ, യേശുവിൻ്റെ കുരിശെടുക്കുവാൻ, കർത്താവിൻ്റെ കുരിശിലേക്കുള്ള മഹത്വം സ്വീകരിക്കുവാൻ സന്നദ്ധരായിരിക്കണം. ഈശോയുടെ ജനനവും ജീവിതവും മരണവും ലാളിത്യത്തിൻ്റെയും എളിമയുടെയും വെളിപ്പെടുത്തലുകളാണ് നമുക്ക് തരുന്നത്. പാദം കഴുകുവാനും വിനയത്തിൻ്റെ മാതൃകയാകുവാനുള്ള വിളിയാണ് ഈശോ ആഗ്രഹിക്കുന്ന ശിഷ്യത്വം. രണ്ടാമതായി നമ്മൾ കാണുന്നത് ലൗകിക മൂല്യങ്ങളാൽ വഴിതെറ്റുന്ന ശിഷ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ തൻ്റെ പീഡാനുഭവവും മരണവും ഉയർപ്പും വഴി സ്വന്തമാക്കേണ്ട സ്വർഗീയ സിംഹാസനവും മഹത്വവും ഈശോ ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നു. അവരാകട്ടെ തങ്ങൾക്ക് ലഭിക്കേണ്ട പദവി, സ്ഥാനമാനങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ എന്നിവ മാത്രം ശ്രദ്ധിക്കുന്നു. ഈശോ പറയുന്ന ശിഷ്യത്വത്തിൻ്റെ മനോഭാവമോ മഹത്വമോ അവർക്ക് മനസ്സിലാകുന്നില്ല. ലൗകിക മൂല്യങ്ങളും അതിൻ്റെ മഹത്വവും അവരെ അന്ധരാക്കുന്നു. യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉയർപ്പും ശിഷ്യർക്ക് ഒരു പ്രഹേളിയായി മാറും. മൂന്നാമത് നമ്മൾ കാണുന്നത് ക്രിസ്തു ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഒരു ശിഷ്യത്വം. തൻ്റെ പീഡാസഹനത്തിലൂടെ, മരണത്തിലൂടെ, ഉയർപ്പിലൂടെ നേടുന്ന പൂർണ്ണമാകുന്ന ഒരു സിംഹാസനവും രാജ്യത്വവുമാണ് ഈശോ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ലൗകിക മൂല്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് യേശുവിൻ്റെ കുരിശ്. ത്യാഗത്തിലൂടെ, സഹനത്തിലൂടെയും ദൈവസ്നേഹത്തിൻ്റെ മഹത്വത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ഒരു ശിഷ്യത്വമാണ് ഈശോ പഠിപ്പിക്കുന്നത്, മാതൃക നൽകുന്നത്. യേശുവിൻ്റെ കുരിശ് ദൈവസ്നേഹത്തിൻ്റെ അഗാധമായ പ്രകാശനമാണ്. അതാണ് ശിഷ്യത്വത്തിൻ്റെ പാത. ഈശോ പറഞ്ഞില്ലേ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടിയുള്ള ത്യാഗവും സഹനവും നിറഞ്ഞ കുരിശിൻ്റെ വഴിയാണ് ക്രിസ്തു ആഗ്രഹിക്കുന്ന ശിഷ്യത്വം. മരക്കുരിശുകളും സ്വർണ്ണക്കുരിശുകളും പണിയുമ്പോൾ ഈശോ പഠിപ്പിച്ച കുരിശിൻ്റെ മഹത്വവും ശിഷ്യത്വവും സ്വന്തമാക്കുവാൻ ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ലോകം വച്ച് നീട്ടുന്ന സ്ഥാനമാനങ്ങൾ, പദവികൾ, ആസക്തികൾ, ആകർഷണങ്ങൾ എന്നിവയിൽ ഹൃദയം അന്ധമാകാതെ സഹനത്തിൻ്റെ ദൈവിക കൃപകളാക്കുവാൻ ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആന്തരിക അർത്ഥവും ഉൾക്കാഴ്ചയും ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള കൃപയും ശക്തിയും
നൽകണമേ എന്ന് നമുക്ക് ആഴമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം.